ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷിൻ്റെ ആധിപത്യം എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സാണ്. അതിനോടൊപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് പറയുന്നത്. 1583 മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ വന്നത്. ഓക്കെ, മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ അപ്പോൾ ഭരിച്ചിരുന്ന നമ്മുടെ മുഗൾ ചക്രവർത്തി അക്ബർ ആയിരുന്നു. 1585 മാസ്റ്റർ റാൽഫിച്ച് അക്ബർ രാജാവിനെ കാണാനായി അക്ബർ രാജാവിൻ്റെ സദസ്സിൽ വന്നു ചേർന്നു. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് 1631 ഡിസംബറിലാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനൗദ്യോഗിക നാമമാണ് ജോൺ കമ്പനി. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ 15 വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടറാണ് റോയൽ ചാർട്ടർ നൽകിയത് എലിസബത്ത് രാജ്ഞിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി ഇപ്പോൾ 15 വർഷമാണ് കൊടുത്തതെങ്കിലും അനന്തരമായി നീട്ടി നൽകിയത് ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞ രാജാവാണ്. എലിസബത്ത് രാജ്ഞി റോയൽ ചാർട്ടർ പ്രകാരം 15 വർഷത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി വ്യാപാരം നടത്താനുള്ള അനുമതി നൽകിയെങ്കിലും ജെയിംസ് ഒന്നാമൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകി. 1773 വന്ന റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, നമ്മളിനി ഇയേഴ്സിൻ്റെ ബാക്കിലോട്ട് വരാം. ജോൺ മിൽട്ടൺ ഹാൾ അക്ബറിൻ്റെ പാലസ് വിസിറ്റ് ചെയ്തത് 1603. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ്. ഓക്കെ, അപ്പോൾ 1603 അക്ബറിൻ്റെ രാജധാനി സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ്. ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യ ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഹാൾ. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ റാൽഫിച്ചാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാരൻ 1583. പക്ഷേ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുന്നേ വ്യാപാരം നടത്താൻ വേണ്ടി എത്തിയത് ജോൺ മിൽട്ടൺ ഹാളാണ്. അദ്ദേഹം 1603 അക്ബറിൻ്റെ രാജധാനി സന്ദർശിച്ചു. ഓക്കെ, അതത്രയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600 ഡിസംബർ 31 പറഞ്ഞല്ലോ. ആ സമയത്തുള്ള ഇന്ത്യൻ ഭരണാധികാരി അക്ബറാണ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നൽകാൻ അനുമതി നൽകിയത് ജഹാംഗീറാണ്. ഓക്കെ, നമ്മളിനി കമ്മിങ് ബാക്ക് ടു ഇയേഴ്സ്, നമ്മളിനി നമ്മുടെ കേരളം ആദ്യമായി സന്ദർശിച്ചത് ക്യാപ്റ്റൻ ഹോക്കിൻസ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. കേരളമല്ല, ഐ എം റിയലി സോറി. ഇന്ത്യ സന്ദർശിച്ച മറ്റൊരു ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ ഹോക്കിൻസ്. 1608 ഇന്ത്യയിലെത്തിയ മറ്റൊരു ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ ഹോക്കിൻസ്. അദ്ദേഹം ജഹാംഗീറിൻ്റെ പാലസ് സന്ദർശിച്ചത് 1609. അവർ മസൂലി പട്ടണത്തിൽ ഒരു ടെമ്പററി ആയിട്ട് ഫാക്ടറി തുടങ്ങി. ദാറ്റ് ഈസ് 1611. എന്നിട്ട് ബാറ്റിൽ ഓഫ് സുവാലി കാരണം അവർക്ക് സൂറത്തിൽ ഒരു പെർമനൻറ്റ് ഫാക്ടറി 1613 പണി കഴിപ്പിച്ചു. നിങ്ങൾക്ക് കൺഫ്യൂഷനായെന്ന് മനസ്സിലായി. ഈ പോയിൻറ്റോട്ട് ഒന്നുകൂടെ പറയാം. ക്യാപ്റ്റൻ ഹോക്കിൻസ് ഇന്ത്യയിൽ വന്നത് 1608. ജഹാംഗീറിൻ്റെ പാലസിലെത്തിയത് 1609. ടെമ്പററി ആയിട്ട് അവർ മസൂലി പട്ടണത്തിലൊരു ഫാക്ടറി പണിഞ്ഞു. അതിനുശേഷം നടന്നത് 1612 ബാറ്റിൽ ഓഫ് സുവാലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീർ രാജാവിനടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനെ വ്യാപാരം നടത്തിക്കോട്ടെ എന്ന്. അപ്പം രാജാവ് പറഞ്ഞതെന്ന് വെച്ചാൽ സൂറത്തിൽ 100ഓളം വർഷമായി കച്ചവടം ചെയ്തിരുന്ന പോർച്ചുഗീസുകാരനെ ഒഴിപ്പിച്ചാൽ അവർക്ക് അവിടെ ഒരു സ്ഥിര ഫാക്ടറി തുടങ്ങാനുള്ള രാജകീയ ഉത്തരവ് ജഹാംഗീർ ചക്രവർത്തി നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ബാറ്റിൽ ഓഫ് സുവാലി. അങ്ങനെ അവർ ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കമ്പനി സൈന്യം പോർച്ചുഗീസിനെ പരാജയപ്പെടുത്തുകയും അവർ 1613 ജഹാംഗീറിൻ്റെ ഉത്തരവ് പ്രകാരം അവിടെ ഒരു ബ്രിട്ടീഷ് ഫാക്ടറി പണിയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂറത്താണ്, താപ്തി നദിക്കരയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ഫാക്ടറി മസൂലി പട്ടണത്തിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം ഏറ്റെടുത്ത സ്ഥലം ബംഗാളാണ്. ബ്രിട്ടീഷ് രാജാവായ ജെയിംസ് ഒന്നിൻ്റെ പ്രതിനിധിയായി 1615 ജഹാംഗീറിൻ്റെ കൊട്ടാരം സന്ദർശിച്ച സർ തോമസ് റോയാണ്.
ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് വന്നിട്ട് ലൈക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് 1853, 1885, 1600, 1603, 608, 609, 11, 12, 13 ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ അസ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ നിക്കോളസ് ഡൗൺടൺ പോർച്ചുഗീസിനെതിരെ മറ്റൊരു വിക്ടറി നേടി 1614. പിന്നെ സർ തോമസ് റേ ജഹാംഗീറിൻ്റെ കൊട്ടാരം വിസിറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 1615. ക്യാപ്റ്റൻ കീരിങ് കേരള വിസിറ്റ് ചെയ്തു 1615. ഫ്രാൻസിസ് ഡേ ചെന്നപ്പ നായക എന്ന് പറഞ്ഞ രാജാവിൽ നിന്നും ലീസിന് മദ്രാസിനെ വാങ്ങിച്ചു 1639. എന്തിനു വേണ്ടിയാണ്? 1644 സെൻറ്റ് ജോർജ് ഫോർട്ട് കെട്ടാൻ വേണ്ടിയാണ്. പിന്നെ കിങ് ചാൾസ് ടു, ഇംഗ്ലണ്ടിലെ കിങ് ചാൾസ് ടുവിന് സ്ത്രീധനമായിട്ട് ബോംബെ ഐലൻഡ് നേടി. ബോംബെ ഐലൻഡ് 1661 ഇംഗ്ലണ്ടിൽ കിട്ടുകയും അത് അവസാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? പൈസ കൊടുത്തു അക്വയർ ചെയ്യുകയും ചെയ്തു 1668. 1687 എന്തുവാണ് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ഹെഡ് ക്വാർട്ടർ സൂറത്തിൽ നിന്നും ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. 1700 ഫോർട്ട് വില്യം കെട്ടുകയും റോയൽ ഫർമാൻ 1717 നമ്മുടെ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ട്. എവിടത്തെയാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വ്യാപാരം നടത്താൻ രാജകീയ അനുമതി നൽകിയ മുഗൾ രാജാവ്. മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നത് ഫറൂഖ് സിയാർ നൽകിയ ഫർമാനാണ്. ഫർമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കിയ ഓർഡർ പ്രകാരം 1717 അവർക്ക് അപ്പോൾ ആ സ്ഥലവും കിട്ടി, വ്യാപാരം നടത്താൻ പറ്റി. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി, ദാറ്റ് ഇസ് 1757. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ സൂറത്തിൽ, മസൂലി പട്ടണത്തിൽ ഫോർട്ട് വില്യം, പിന്നെ ഫറൂഖ് സിയാൽ നൽകിയ ഫർമാൻ പ്രകാരം ബംഗാളിൽ വ്യാപാരം നടത്താനുള്ള അനുവാദവും ലഭിച്ചു. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് ബംഗാളിലാണ്, സിറാജുൽ ദൗളയും ബ്രിട്ടീഷും തമ്മിൽ. ഓക്കെ, താങ്ക് യു.